ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, നമ്മുടെ ഹെയറിലും അതുപോലെ മുഖത്തും എല്ലാം ഒരുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന എണ്ണകൾ കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അതിന് നമ്മൾ ബേസായിട്ട് ഉപയോഗിക്കുന്നത് കാസ്റ്റർ ഓയിലാണ്. ഇപ്പോൾ കാസ്റ്റർ ഓയിലിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കോക്കനട്ട് ഓയിൽ ചേർക്കാം, ആർഗൻ ഓയിൽ ചേർക്കാം, ഒലിവ് ഓയിൽ ചേർക്കാം, ടീ ട്രീ ഓയിൽ ചേർക്കാം. ഇതെല്ലാം നമ്മൾ ചേർത്ത് ഓരോ ഗുണങ്ങളാണ് ഓരോന്ന് ചേർക്കുമ്പോഴും. മെയിനായിട്ട് നമുക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു കണ്ടൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആവുന്നതിനും സ്കിന്നിലുള്ള ചുളിവുകളും അതുപോലെ ലൈൻസൊക്കെ പോകുന്നതിനും നെറ്റിയിലെ ചുളിവ് പോകുന്നതിനും അതോടൊപ്പം തന്നെ മുടിക്ക് ഷൈനിങ് കിട്ടുന്നതിനും സ്കാൾപ്പിലെ ഇച്ചിങ് മാറുന്നതിനും താരം പോകുന്നതിനും ഡ്രൈ സ്കാൾപ്പ് പോകുന്നതിനും എല്ലാത്തിനും ഈ എണ്ണകൾ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയട്ടെ. അപ്പോൾ ഇനി ഒരെണ്ണ മതി. നമ്മൾ തലയിൽ പരട്ടാൻ വേറെ എണ്ണ വേണ്ട, മുഖത്ത് പരട്ടാൻ വേറെ എണ്ണ വേണ്ട. ഇതിനെല്ലാത്തിനും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് ഒരെണ്ണ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും കൂടെ നമുക്കത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതിന് ആദ്യമായിട്ട് ഞാൻ കാസ്റ്റർ ഓയിൽ, അവണക്കെണ്ണ. ഈ അവണക്കെണ്ണയുടെ ഗുണം എന്താണെന്നോ, ഈ ധാരാളം ഫാറ്റി ആസിഡ്സാണ് ഇതിനകത്ത്. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ പലതരത്തിലുള്ള ആൻറ്റി ഓക്സിഡൻസ്, വൈറ്റമിൻ ഇ തുടങ്ങി നമ്മുടെ സ്കിന്നിൽ മോയ്സ്ചറൈസറിന് ജലാംശം നിലനിർത്തുന്നതിന് ഏറ്റവും ഒന്നാം സ്ഥാനം നിൽക്കുന്നത് കാസ്റ്റർ ഓയിലാണ്. അത് സ്കിന്നിൽ മാത്രമല്ല, നമ്മുടെ സ്കാൾപ്പിലും. ജലാംശം നഷ്ടപ്പെടാതിരുന്നാൽ തന്നെ അറിയാം അല്ലേ, നമ്മുടെ മുടിയുടെ തുമ്പ് പൊട്ടില്ല, മുടി കൊഴിയില്ല, താരം വരില്ല. അങ്ങനെ ആ ഡ്രൈനെസ് പോയാൽ തന്നെ നമ്മുടെ മുടിക്കും ഗുണമാണ്. അതുപോലെ നമ്മുടെ മുഖചർമ്മത്തിനല്ല, നമ്മുടെ മൊത്തം നമ്മുടെ സ്കിന്നിനും വളരെ നല്ലതാണ്. ഈ ജലാംശം നിലനിർത്തുക, അത് ഹൈഡ്രേറ്റ് ആയിരിക്കുക, അത് ഏറ്റവും ആവശ്യമുള്ള ഒരു സംഗതിയാണ്. അത് ധാരാളമായിട്ട് കാസ്റ്റർ ഓയിലുണ്ട്. പിന്നെ ഇതിൻ്റെ എടുത്തു പറയാവുന്നൊരു ഗുണം എന്താണെന്ന്, നെറ്റിയിൽ വരുന്ന ചുളിവുകൾക്ക് പോകുന്നതിന് ഏറ്റവും നല്ലതാണ് കാസ്റ്റർ ഓയിൽ കേട്ടോ. ഇത്രയാണ് കാസ്റ്റർ ഓയിലിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതോടൊപ്പം ലാഫ് ലൈൻ, റിങ്കിൾസ് ഒക്കെ പോകുന്നതിനും എല്ലാത്തിലും ഇതിലടങ്ങിയിരിക്കുന്ന ഫാറ്റി ആസിഡ്സും അതുപോലെ വൈറ്റമിൻ ഇയും എല്ലാം നമുക്ക് ഗുണം ചെയ്യും. അപ്പോൾ ഈ കാസ്റ്റർ ഓയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് അതുകൊണ്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ മടിയല്ല, ഭയങ്കര ഡെൻസിറ്റി കൂടിയ ഒന്നാണല്ലോ അതിന്. അപ്പോൾ അതിലേക്ക് നമ്മൾ എന്തെങ്കിലും ഓയിലും കൂടെ മിക്സ് ചെയ്ത് വരട്ടുകയാണെങ്കിലുള്ള ഗുണം എന്താണെന്നോ, ഈ കാസ്റ്റർ ഓയിലിൻ്റെ ഗുണത്തോടൊപ്പം തന്നെ നമ്മൾ അതിനകത്ത് മിക്സ് ചെയ്യുന്ന ഓയിലിൻ്റെ ഗുണവും കൂടെ കിട്ടുമ്പോൾ ഇരട്ടി ബെനിഫിറ്റ്സാണ് നമുക്ക്, റിസൾട്ടും നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിനി ഇതിലേക്ക് കാസ്റ്റർ ഓയിലിൻ്റെ അകത്ത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ, കോക്കനട്ട് ഓയിൽ ഒഴിക്കുകയാണെങ്കിൽ, കോക്കനട്ട് ഓയിൽ അറിയാമല്ലോ പ്രോട്ടീൻ ലോസിനെ തടയുന്നതിന് ഏറ്റവും നല്ലതാണ്. നമ്മുടെ മുടിയെ സംബന്ധിച്ച് തിളക്കം കിട്ടുന്നതിനും അതുപോലെ കറുപ്പ് നിറം കിട്ടുന്നതിനും സ്കാൾപ്പ് ജലാംശം നിലനിർത്തുന്നതിനും അങ്ങനെ തന്നെ മുഖത്തും അല്ലേ, മുഖചർമ്മത്തിൽ വൈറ്റമിൻ ഇ ധാരാളമുണ്ട്, ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പം നമ്മുടെ കൊളാജനെ ബൂസ്റ്റ് ചെയ്യുന്നതിനും അതുപോലെ സ്കിന്നിലുള്ള ഡെഡ് സ്കിൻ പോകുന്നതിനും സൺ ഡാമേജ് തടയുന്നതിനും എല്ലാത്തിനും ഇതിലടങ്ങിയിരിക്കുന്ന ഫാറ്റി ആസിഡ്സും മറ്റുള്ള വൈറ്റമിൻസും മിനറൽസും എല്ലാം ഗുണം ചെയ്യും. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താലുള്ള ഗുണം ഇരട്ടിയായല്ലോ. അപ്പോൾ അത് സ്കിന്നിലും നമുക്ക് ഉപയോഗിക്കാം, ഹെയറിലും ഉപയോഗിക്കാം അല്ലേ. എങ്ങനെയാണോ മിക്സ് ചെയ്യേണ്ടത്, നമ്മൾ ഒരു ഭാഗം, അതായത് 1:2, ഒരു ഭാഗം കാസ്റ്റർ ഓയിൽ, 2 ഭാഗം വെളിച്ചെണ്ണ. കാസ്റ്റർ ഓയിൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന്, ഇപ്പോൾ നിങ്ങൾ അളന്നെടുപ്പോൾ നിങ്ങൾ 1 സ്പൂൺ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ മിക്സ് ചെയ്യാം. അതാണ് അതിൻ്റെ അനുപാതം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് സ്കാൾപ്പിലും മുഖത്തും ശരീരത്തും ഒക്കെ പുരട്ടാം. എല്ലാം നമുക്ക് മസാജ് ചെയ്ത് അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഇതാണ് കോക്കനട്ട് ഓയിലും അവണക്കെണ്ണയും കൂടെ മിക്സ് ചെയ്താൽ കിട്ടുന്ന ഗുണം. ഇനി ഇതേ ഗുണങ്ങൾ തന്നെയാണ് അടുത്ത് ഞാൻ പറയുന്ന ഓയിൽസിലും കിട്ടുന്നത് കേട്ടോ. അടുത്തത് ഞാൻ പറയുന്നത് ആർഗൻ ഓയിലാണ്. ആർഗൻ ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും നമ്മൾ എടുത്തു പറയുന്ന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ ഇ ധാരാളമുണ്ട്. അപ്പം നമ്മുടെ സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റി നിലനിർത്തുന്നതിനും അതോടൊപ്പം തന്നെ ഫാറ്റി ആസിഡ്സ് ധാരാളമുണ്ട്, മോയ്സ്ചറൈസർ നിലനിർത്തുന്നതിനും സ്കിന്ന് നറിഷ് ആവുന്നതിനും ഇത് തന്നെയാണ് കേട്ടോ സ്കാൾപ്പിനും സംഭവിക്കുന്നത്. നറിഷ് ആവുന്ന പോഷണം കിട്ടും, ജലാംശം നിലനിർത്തും, അപ്പോൾ മുടിയുടെ തുമ്പ് പൊട്ടില്ല, മുടി കൊഴിയില്ല.
നേരത്തെ പറഞ്ഞ ഗുണങ്ങളെല്ലാം നമുക്കത് കിട്ടും. പിന്നെ സ്കിൻ ബ്രൈറ്റ് ആവുന്നതിനും എല്ലാത്തിനും, ഷൈനിങ് കിട്ടുന്നതിനും, മുടിക്കും ഷൈനിങ് കിട്ടുന്നതിനും എല്ലാത്തിനും ആർഗൻ ഓയിലും നമുക്ക് ഈ കാസ്റ്റർ ഓയിലിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. ഇതും അതുപോലെ തന്നെ 1:2, ഒരു ഭാഗം കാസ്റ്റർ ഓയിലും 2 ഭാഗം ആർഗൻ ഓയിലും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് അവിടെ വെച്ചിരുന്നാൽ മതി. നമുക്ക് ആവശ്യാനുസരണം അത് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ടീ ട്രീ ഓയിലാണ് കേട്ടോ. ഈ ടീ ട്രീ ഓയിൽ ആരാന്ന് ഉപയോഗിക്കേണ്ടത്? ഈ പ്രായമായി, സീനിയർ സിറ്റിസണാണ്, സ്കിൻ ഡ്രൈ ആയി, സ്കാൾപ്പ് ഡ്രൈ ആയി, എങ്കിലും വലിയ വലിയ മുഖക്കുരുകൾ വരുന്നത് അത് ഹോർമോൺ ചേഞ്ചസ് മൂലം പിന്നെ ചില മെഡിക്കേഷനൊക്കെ മൂലമൊക്കെ വരുന്നതാണ്. ഇങ്ങനെയുള്ളവർക്ക് നമുക്ക് ഈ കാസ്റ്റർ ഓയിലിൽ, അവണക്കെണ്ണയിൽ ടീ ട്രീ ഓയിൽ ഒഴിക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ മെയിനായിട്ടുള്ള ഇതിൻ്റെ ഏറ്റവും വലിയ ഇത് ആൻറ്റി ബാക്ടീരിയലാണ്, ആൻറ്റി മൈക്രോബയലാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിലെയും ഒക്കെ ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്കിന്നിലെ ഡ്രൈനസ് പോകുന്നതിനും, സ്കാൾപ്പിൻ്റെ ഡ്രൈനസ് പോകുന്നതിനും, തലയോട്ടിലെ ഡ്രൈനസ് പോകുന്നതിനും എല്ലാത്തിനും ടീ ട്രീ ഓയിലും നമുക്ക് കാസ്റ്റർ ഓയിലിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് മിക്സ് ചെയ്ത് എടുത്ത് വെക്കാം. പിന്നെ ഞാൻ ഒന്നും കൂടെ പറഞ്ഞോട്ടെ, ഇതെല്ലാം ഓൾ സ്കിൻ ടൈപ്പിന് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ കാസ്റ്റർ ഓയിൽ ഓയിലി സ്കിന്നാണ്, കാസ്റ്റർ ഓയിൽ ഉപയോഗിക്കാവോ എന്നൊന്നും ചോദിക്കേണ്ട, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാം, കുഴപ്പമില്ല കേട്ടോ. പിന്നെ അടുത്തത് ഞാൻ ഇതിനകത്ത് മിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിലിനെ സംബന്ധിച്ച് ആൻറ്റി ഓക്സിഡൻസ് ധാരാളമുണ്ട്, വൈറ്റമിൻ ഇ ധാരാളമുണ്ട്, ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ധാരാളമുണ്ട്. അതിനേക്കാൾ എല്ലാത്തിലും ഉപരി ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കോശങ്ങളിൽ വരുന്ന ഡാമേജസ് കേട്ടോ. കോശങ്ങളിൽ ഡാമേജ് വരുമ്പോഴാണല്ലോ നമ്മുടെ സ്കിന്നൊക്കെ തൂങ്ങുന്നതും പ്രശ്നങ്ങളും. അപ്പോൾ ടൈറ്റ് ആവുന്നതിനും, അതുപോലെ പിന്നെ സൺ ഡാമേജ് തടുക്കും. ഇതെല്ലാ എണ്ണകളും സൺ ഡാമേജ് തടുക്കും കേട്ടോ. UV റേസിനെ തടഞ്ഞു നിർത്തുന്നത്. പിന്നെ നമുക്കതൊരു സൺസ്ക്രീൻ പോലെ ഉപയോഗിക്കാം ഈ എണ്ണകൾ. എന്ന് വെച്ചാൽ പുറത്തു പോകുമ്പോഴല്ല, നമ്മുടെ ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. സണ്ണിൽ നിന്നുള്ള ഡാമേജും ആ പൊള്ളലൊക്കെ തടയുന്നതിന് ഞാനീ പറഞ്ഞ എണ്ണകളോ എല്ലാം നല്ലതാണ്. കാസ്റ്റർ ഓയിലിൻ്റെ ഒപ്പം നമുക്ക് ഒഴിക്കാം. അപ്പോൾ ഈ ഒലിവ് ഓയിലും നമുക്ക് ഇതുപോലെ തന്നെ കാസ്റ്റർ ഓയിലിൽ മിക്സ് ചെയ്ത് ഈ 1:2 എന്നുള്ള അനുപാതത്തിൽ മിക്സ് ചെയ്തെടുത്ത് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ഒലിവ് ഓയിലും ഹെയറിലും മുഖത്തും എല്ലാം അപ്ലൈ ചെയ്തിട്ട് കുളിക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇതിനകത്ത് വേറെ നമുക്ക് ലാവൻഡർ ഓയിൽ മിക്സ് ചെയ്യാം, അതുപോലെ ബദാം ഓയിൽ മിക്സ് ചെയ്യാം. ഇതെല്ലാം നമ്മുടെ സ്കിൻ മെയിൻ എടുത്തു പറയണത് ജലാംശം നഷ്ടപ്പെടില്ല സ്കിന്നിൻ്റെയും സ്കാൾപ്പിൻ്റെയും. ഓക്കെ. പിന്നെ നമ്മുടെ ഈ കോശങ്ങളുടെ പിന്നെ കോശങ്ങൾ നമ്മൾ സെൽസ് വരച്ചൊക്കെ ഓർക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ വാളിലുള്ള ജലാംശം പോകാതെ അത് നിലനിർത്തുന്നതിന് വളരെ എഫക്റ്റീവാണ് ഈ കാസ്റ്റർ ഓയിലും അതിനോട് നമ്മൾ മിക്സ് ചെയ്യുന്ന എല്ലാ എണ്ണകളും. അപ്പോൾ എൻ്റെ ഈ പോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി അല്ലേ? പ്രത്യേകിച്ച് സീനിയർ സിറ്റിസൺ ശ്രദ്ധിക്കണം, മറ്റുള്ളവർക്കും ഇത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എന്നെ വായിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. പിന്നെ എനിക്ക് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്യണം, ലൈക്കും ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.